വെൽക്കം ടു Xylem Learning. അമൃത മിസ് ആണ്. അപ്പോൾ മക്കളെ, നമ്മുടെ സ്കൂളൊക്കെ റീഓപ്പൺ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ സ്കൂളിൽ എടുത്തു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കറിയാം, മാറി വന്ന പുതിയ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് അടിപൊളിയായിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അപ്പോൾ ഒരുപാട് മക്കൾക്ക് ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങൾ മൊത്തം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവ് സെഷൻസ് ആയിട്ടും റെക്കോർഡഡ് വീഡിയോസ് ആയിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയ പാറ്റേൺസ് ഇൻ മാത്തമാറ്റിക്സിന്റെ ഫസ്റ്റ് പാർട്ട് നമുക്കൊന്ന് സെറ്റ് ആക്കി എടുക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ പാർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇതിന്റെ പുറകെ തന്നെ നമുക്ക് സെക്കൻഡ് പാർട്ടും ഇതിന്റെ ലൈവും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ എന്തൊക്കെയാ പറയുന്നേ, പാറ്റേൺസ് ഇൻ മാത്തമാറ്റിക്സ്. ആക്ച്വലി ഇവിടെ പറയുന്നത് പാറ്റേൺസിനെ കുറിച്ച് തന്നെയാണ്. ഓക്കെ, പാറ്റേൺസിനെ കുറിച്ച് തന്നെ. അപ്പൊ എന്താണ് പാറ്റേൺ എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ വേറെ എവിടെയും പോകണ്ട, നിങ്ങളുടെ റൂമിൽ തന്നെ ഒന്നുകിൽ ബെഡ്ഷീറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്ലോർ ടൈലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കേർട്ടനിലോ എവിടെയെങ്കിലും നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു പെർട്ടിക്കുലർ ഡിസൈൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടാവും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പാറ്റേൺ എന്ന് പറഞ്ഞാൽ അടുത്തത് എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന സാധനങ്ങളെയാണ് പാറ്റേൺ എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, പാറ്റേൺ എന്ന് പറയുന്നത്. മാത്സിൽ ഒരുപാട് 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 പാറ്റേൺസ് ഉണ്ട്. ഓക്കെ, അതിൽ ആദ്യം പറയുന്ന പാറ്റേൺസ് ഇൻ നമ്പേഴ്സ്. നമ്പേഴ്സ് തന്നെ ഒരു പാറ്റേൺ ആണ്. കാരണം 0, 1, 2, 3, 4 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതാന്ന് നമുക്കറിയാം. ഏതാടാ? 5 അല്ലേ? അത് കഴിഞ്ഞാൽ 6, അത് കഴിഞ്ഞാൽ 7. നമുക്കറിയാം അടുത്തത് ഏതാണ് എന്ന് അല്ലേ? അപ്പോ ദ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ദാറ്റ് സ്റ്റഡീസ് പാറ്റേൺ ഇൻ ഹോൾ നമ്പർ ഈസ് കോൾഡ് നമ്പർ തിയറി. Number sequence are the most basic among the most fascinating type of patterns that mathematicians study. നമ്പേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് 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 പാറ്റേൺസ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് സ്വയം ഉണ്ടാക്കാൻ വേണ്ടി വരെ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ആണ്. ഇതിൽ ഒരുപാട് ഹോൾ നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, നാച്ചുറൽ നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, പിന്നെ ഇൻഡീജേഴ്സ്, നിങ്ങൾ അറിയാത്ത ഒരുപാട് ഫാമിലി നമുക്ക് ഈ നമ്പേഴ്സിൽ വരുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഇതിനെ നമുക്ക് എന്ത് എന്ന് പറയാം, പാറ്റേൺസിൽ തന്നെ പറഞ്ഞു വെക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് പാറ്റേൺസ് എന്ന് പറയുന്നത്. ഇനി കാണിച്ചിരിക്കുന്ന നമ്പർ പാറ്റേൺസ് ഏതൊക്കെയാ എന്ന് മിസ് പറഞ്ഞു തരട്ടെ. ഒരുപാടുണ്ടെന്ന് മിസ് പറഞ്ഞു, അതിൽ കുറച്ച് ആൾക്കാരെ മിസ് ഇവിടെ കാണിച്ചു തരാം. അതിൽ ആദ്യത്തത് കണ്ടോ, 1 1 1 1 ഓൾ വൺസ്. ഇതൊരു നമ്പർ പാറ്റേൺ ആണ്. അപ്പൊ നിങ്ങളായിരിക്കും, മിസ്സേ എന്തുവാ ഇത്, ഇതൊരു നമ്പർ പാറ്റേൺ ആണോ? ആണടാ. അടുത്തത് ഏതാണെന്ന് നമുക്ക് പറയാം. അടുത്തത് ഏതാണ്? 1 തന്നെയാണ്. അതിന്റെ അടുത്ത് ഏതാണ്? 1 തന്നെയാണ്. ഇതൊരു പാറ്റേൺ ആണ്. അടുത്തത് കൗണ്ടിങ് നമ്പേഴ്സ്. നമ്മുടെ വീട്ടില് ചോക്ലേറ്റോ അല്ല എന്ത് സാധനം കിട്ടിയാലും നമ്മൾ കൗണ്ട് ചെയ്യും. കൗണ്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തിലാ സ്റ്റാർട്ട് ചെയ്യുക? 1 എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ? നിങ്ങൾ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എത്രയെന്ന് പറയുമ്പോൾ നിങ്ങൾ കൗണ്ട് ചെയ്യുമ്പോൾ എന്തിലാ സ്റ്റാർട്ട് ചെയ്യുക? 1 2 3 എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഈ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു പാറ്റേൺ ആണ്. ഓഡ് നമ്പേഴ്സ് നമുക്കറിയാം അല്ലെ? ഓഡ് നമ്പേഴ്സും ഉണ്ട്, ഈവൻ നമ്പേഴ്സും ഉണ്ട്. അവരും ഒരു പാറ്റേൺ ആണ്. ട്രയാങ്കുലർ നമ്പേഴ്സ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ്സേ എന്താണ് ഈ ട്രയാങ്കുലർ നമ്പർ? വെയിറ്റ് പറഞ്ഞുതരാം. അടുത്തത് സ്ക്വയർ നമ്പേഴ്സ്. അതും എന്താ നിങ്ങൾക്ക് സംശയം ഉണ്ടാവൂലേ? പറഞ്ഞുതരാം. ക്യൂബ്സ്. വെയിറ്റ്. പിന്നെന്താണ് വിരാഗ നമ്പർ, പിന്നെ പവേഴ്സ് ഓഫ് 2, പവേഴ്സ് ഓഫ് 3. ഇങ്ങനെ ഒരുപാട് ഒരുപാട് പാറ്റേൺസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി ഞാൻ ഈ പറഞ്ഞു ഈ സാധനങ്ങളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതിൽ കുറെ ആൾക്കാർ നിങ്ങൾക്ക് പരിചയമില്ലാത്തവരുണ്ട്, അവരെ ഒന്ന് മിസ് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഓൾ വൺസ്, ഇത് കൗണ്ടിങ് നമ്പേഴ്സ്, ഇത് ഓഡ് നമ്പേഴ്സ്, ഇത് ഈവൻ നമ്പേഴ്സ്. ഓക്കെ, ഇനി ട്രയാങ്കുലർ നമ്പേഴ്സ് എന്ന് പറഞ്ഞ് ഇവിടെ കാണുന്ന ഈ സാധനം നോക്കുക. ട്രയാങ്കുലർ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്പേഴ്സിനെ, അതായത് ട്രയാങ്കുലർ നമ്പർ ആയിട്ടുള്ള ഒരു നമ്പറിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ട്രയാങ്കിൾ പോലെ തന്നെ ഇരിക്കും. ഇവിടെ നോക്കിയേ, 1. ഈ 1നെ നിങ്ങൾ കൂട്ടണ്ട, 1 ഒരു ഷേപ്പ് ഇല്ല, അതുകൊണ്ട് അതിങ്ങനെ. 3 എന്ന് പറയുന്ന നമ്പർ നമ്മൾ അറേഞ്ച് ചെയ്ത ഒരു ട്രയാങ്കിൾ ആയി. 6 എന്ന് പറയുന്ന നമ്പർ നമ്മൾ അറേഞ്ച് ചെയ്ത ട്രയാങ്കിൾ ആയി. അപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ്സേ 4നെ അങ്ങനെ അറേഞ്ച് ചെയ്ത ട്രയാങ്കിൾ ആവില്ലേ? ഇല്ല, ആവില്ല. നോക്കിക്കോ, 1
അപ്പൊ 3 ആയേ. 4 എവിടെ ഇടും? ഇവിടെ ഇട്ടാൽ മതിയോ? ട്രയാങ്കിൾ ആവോ? ആവത്തില്ല. അതായത് ഈ നമ്പേഴ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 1 കഴിഞ്ഞാൽ 2 നോക്കി 2 കുത്തേ ഉള്ളൂ. ട്രയാങ്കിൾ ആണോ? അല്ല. 2 പറ്റില്ല. പിന്നെ 3 ഉള്ളൂ. 4 പറ്റില്ല. 5 പറ്റില്ല. 5 നോക്കാം നമുക്ക്. 1 3 4 5. ഇത് ട്രയാങ്കിൾ ആണോ? അല്ല. ഒരു കുത്തിന്റെ കുറവുണ്ട്. അങ്ങനെ ട്രയാങ്കിൾ ആക്കി എഴുതാൻ പറ്റുന്ന, വരയ്ക്കാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് ട്രയാങ്കുലാർ നമ്പർ എന്ന് നമ്മൾ പറയുന്നത്. ട്രയാങ്കിൾ ആക്കി വരയ്ക്കാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് ട്രയാങ്കുലാർ നമ്പർ എന്ന് നമ്മൾ പറയുന്നത്. അടുത്തത് സ്ക്വയർ നമ്പേഴ്സ്. അപ്പൊ എന്തായിരിക്കും സ്ക്വയർ നമ്പർ? നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ആലോചിച്ചാൽ മനസ്സിലാവും. ഒരു സ്ക്വയറിന്റെ രൂപത്തിൽ വരയ്ക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് സ്ക്വയർ നമ്പേഴ്സ്. ഇവിടെ നോക്കിക്കോ, 2 എന്ന് പറയുന്ന നമ്പർ ഇതാണ്. സ്ക്വയർ ആയോ? ഇല്ല. 3 സ്ക്വയർ അല്ല. 4 നോക്കിയേ, 4 ഡോട്ട്സ് നമ്മൾ അറേഞ്ച് ചെയ്തപ്പോൾ അതൊരു സ്ക്വയർ ആയി. 5 ഡോട്ട്സ് അറേഞ്ച് ചെയ്യാം. 1 2 3 4 5 ആയോ? ആയില്ല. 6 അറേഞ്ച് ചെയ്ത് നോക്കിയേ. 1 2 3 4 5 6 സ്ക്വയർ ആയില്ല, റെക്ടാങ്കിൾ ആയി. പിന്നെ അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ 4 ഒരു സ്ക്വയർ ആണ്, 9 ഒരു സ്ക്വയർ ആണ്, 16 ഒരു സ്ക്വയർ ആണ്, 25 ഒരു സ്ക്വയർ ആണ്. അപ്പൊ സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കൃത്യമായി നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ഷേപ്പിലേക്ക് വരുന്ന നമ്പേഴ്സിനെയാണ് സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി വേറെ രീതിയിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം. 1 into 1 4 2 into 2 9 3 into 3 16 4 into 4 25 5 into 5. അതായത് സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇങ്ങനെയാണ് സ്ക്വയർ നമ്പേഴ്സ് ഉണ്ടാവുക. 5 into 5 6 into 6 7 into 7 ഇവരൊക്കെ എന്താണ്? സ്ക്വയർ നമ്പേഴ്സ് ആണ്. ഇനി ക്യൂബ് നമ്പേഴ്സിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിക്കോ. ക്യൂബുകൾ, നമ്മളുടെ ഡൈസ് ഇല്ലേടാ, കളിക്കുന്ന ഡൈസ് വേണ്ട, അത് വിട്ടുകളാം. റുബിക്സ് ക്യൂബ് ഇല്ലേ? റുബിക്സ് ക്യൂബ്. ഈ റുബിക്സ് ക്യൂബ് നിങ്ങൾ ആരെങ്കിലും പൊളിച്ചിട്ടുണ്ടോ? പൊളിച്ചു നോക്കിയിട്ടുണ്ടോ? മൊത്തമായിട്ട് അഴിച്ചുപണി നടത്തിയിട്ടുണ്ടോ? അങ്ങനെ മൊത്തമായിട്ട് അഴിച്ചുപണി നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് കുറെ കുഞ്ഞു കുഞ്ഞു ക്യൂബുകൾ അതിൻ്റെ അകത്ത് കിട്ടും, കുഞ്ഞു കുഞ്ഞു കട്ടകൾ. അതിന്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ മൊത്തം എത്ര എണ്ണം ഉണ്ടാവും നിങ്ങൾക്ക് അറിയോ? മൊത്തം 27 കട്ടകൾ ഉണ്ടാവും. 27 അല്ലേ? 3 3 6 3 9 9 × 3 27. യെസ്, 27 കുഞ്ഞു കുഞ്ഞു കട്ടകൾ ഉണ്ടാവും. അപ്പൊ 27 എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്യൂബായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. അതായത് കുറെ കുഞ്ഞു കുഞ്ഞു കട്ടകളെ നമ്മൾ അറേഞ്ച് ചെയ്ത് അടുക്കി പറക്കി വെച്ചാൽ നമ്മുടെ ഡൈസിന്റെ അല്ലെങ്കിൽ റുബിക്സ് ക്യൂബിന്റെ ഷേപ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യൂബ് നമ്പേഴ്സ്, ക്യൂബ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് 8 കുഞ്ഞു കുഞ്ഞു ക്യൂബുകൾ നമ്മൾ അടുക്കി പറക്കി വെച്ചാൽ നമ്മുടെ ഡൈസിന്റെ രൂപമാവും. പിന്നെ 27 എണ്ണം അടുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താവും? റുബിക്സ് ക്യൂബിന്റെ ഷേപ്പ് ആവും. 64 എണ്ണം അടുക്കി വെക്കാം, 125 എണ്ണം അടുക്കി വെക്കാം. അത് കറക്റ്റ് ഒരു ക്യൂബിന്റെ ഷേപ്പിലേക്ക് നമുക്ക് വരും. അപ്പൊ ഇവരെയൊക്കെയാണ് നമ്മൾ ക്യൂബ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് പാറ്റേൺസ് ഇനിയും ഉണ്ട് നമുക്ക് ചുറ്റും. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അടുത്ത ദിവസം ഇതേ ചാപ്റ്ററിന്റെ വേറൊരു പാർട്ടുമായിട്ട് മിസ് വരും. അതിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ദിവസം കാണാം. സോ താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.